റീകൺസ്ട്രക്റ്റീവ് ലിംബ് സർജറി എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണ്. സോ അതിൻ്റെ ഉത്തരം ഞാൻ ഉദാഹരണമായിട്ട് പറയാം. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കൺസൾട്ടേഷൻ വന്നു. ഇത് വേറൊരു ഓർത്തോപെഡിക് സർജൻ എനിക്കൊരു കേസ് റെഫർ ചെയ്തതാണ്. അതായത് ഒരു പോളിയോ ബാധിച്ച ചേട്ടനാണ്. ആൾക്ക് ഏകദേശം ഒരു 68 വയസ്സായി. പോളിയോ ബാധിച്ച കാരണം ആളുടെ മുട്ടിൻ്റെ ഒരു സർജറി ചെയ്തത് അത് ഫെയിലായി. ആള് ഡയബറ്റിക് ആണ്, സ്മോക്കറാണ്. സോ ഈ രണ്ട് കോമ്പിനേഷൻ വന്നാൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ആളുടെ മുട്ടിൽ ചെയ്ത സർജറി ഇൻഫെക്റ്റഡ് ആയി. അത് ഒരു സർജറി കഴിഞ്ഞിട്ട് അത് ശരിയാക്കാൻ വേറൊരു സർജറി ചെയ്തു. പിന്നെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ആൾക്ക് കാലിൽ നീള കുറവുള്ള കാരണം താഴത്തെ എല്ല് ഒടിഞ്ഞു പോയി. സോ അത് ചെയ്യാൻ വേറൊരു സർജറി ചെയ്തു. സോ നമുക്ക് മൊത്തം 3 സർജറീസ് ആയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതും ഇൻഫെക്റ്റഡ് ആയി. അത് ശരിയാക്കാൻ വേറെ 4ാമത്തെ സർജറി ചെയ്തു. അത് ശരിയായി കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് കുറച്ച് നാൾ നടന്നപ്പോൾ വീണ്ടും ആ എല്ല് വേറെ സ്ഥലത്ത് പൊട്ടി. അതും സർജറി ചെയ്തിട്ട് അതും ഇൻഫെക്റ്റഡ് ആയി. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആളുടെ മുട്ടിൻ്റെയും താഴത്തെ എല്ലും തമ്മിൽ പഴുപ്പിങ്ങനെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പേഷ്യന്റിന് കുറെ പ്രശ്നങ്ങളുണ്ട്. ആൾക്ക് പോളിയോ ബാധിച്ച ലിംബ, 2ാമത്തെ കാലിൽ നീളക്കുറവുണ്ട്, 3ാമത്തെ ആൾക്ക് എല്ലിൽ പഴുപ്പുണ്ട്, എല്ല് മൊത്തമായിട്ട്, 4ാമത്തെ ആള് ഡയബറ്റിക് ആണ്, 5ാമത്തെ ആൾ സ്മോക്കറാണ്. സോ നമുക്ക് ഇത് ട്രീറ്റിംഗ് ചെയ്യാൻ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് വഴിയല്ല. സോ നമ്മൾ എങ്ങനെ ഈ കേസ് അപ്രോച്ച് ചെയ്യാം? ഇറ്റ്സ് വെരി സിമ്പിൾ. പേഷ്യന്റ് എയിം എന്താ? പേഷ്യന്റ് നടത്തിക്കണം. പക്ഷെ ഒരു പഴുപ്പുള്ള കാലിന്റെ മുകളിൽ ആൾക്ക് നടക്കാൻ പറ്റില്ല. ബിക്കോസ് എല്ല് പൊട്ടും, പിന്നെ ആൾക്ക് നല്ല പെയിനും ഉണ്ട്. സോ ഇതിലാണ് ഈ റീകൺസ്ട്രക്റ്റീവ് സർജറിയുടെ കൺസെപ്റ്റ് വരാം. സോ ഫസ്റ്റ് നമുക്ക് ഉള്ള ഇംപ്ലാന്റ്സ് പുറത്തേക്ക് എടുക്കണം. കുറെ കമ്പിയൊക്കെ ഉണ്ട്. കമ്പിയുള്ള കാലിൽ പഴുപ്പ് വന്നാൽ പഴുപ്പ് മാറില്ല. സോ ഫസ്റ്റ് നമ്മൾ കമ്പി എടുത്തിട്ട് ഇൻഫെക്ഷൻ സെറ്റിൽ ആക്കണം. സെക്കൻഡ്, എല്ല് ജോയിൻ ആക്കണം. എല്ല് യുണൈറ്റഡ് ആവണം. പക്ഷെ എല്ല് യുണൈറ്റഡ് ആവാൻ നമുക്ക് രക്തോട്ടം വേണം. രക്തോട്ടം വേണമെങ്കിൽ നമ്മൾ ആളുടെ സ്മോക്കിംഗ് പ്ലസ് ഷുഗർ കൺട്രോൾ ആക്കണം. പിന്നെ ആൾക്ക് പോളിയോ ഉള്ള കാരണം ചുറ്റുള്ള മസിൽസ് ഇല്ല. സോ മസിൽസ് കുറയുമ്പോൾ രക്തോട്ടം കുറയും. ഇതാണ് ഒരു ചാലഞ്ച്, റീകൺസ്ട്രക്റ്റീവ് ലിംബ് സർജറി ചാലഞ്ച്. സോ നമ്മൾ എങ്ങനെ ഇത് മുമ്പോട്ട് പോവാം? ഫസ്റ്റ്, എനിക്ക് ഇൻഫെക്ഷൻ എത്രത്തോളം ബാധിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ എക്സ്റ്റെൻറ്റ്. സെക്കൻഡ്, എത്രത്തോളം രക്തോട്ടം ഉണ്ടെന്ന് കാലിൽ എനിക്ക് കണ്ടുപിടിക്കണം. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുക. സോ ഒരു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ആക്കണം, എല്ലും സെറ്റാക്കണം. എല്ല് സെറ്റാക്കാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ അകത്തുനിന്ന് കമ്പി വെച്ച് ഉറപ്പിക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കമ്പി വെച്ച് ഉറപ്പിക്കാം. ബട്ട് ആൾക്ക് പഴുപ്പുണ്ട് എല്ലിൻ്റെ അകത്ത്. സോ ദയർഫോർ നമുക്ക് പ്ലേറ്റും സ്ക്രൂ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് കമ്പി വെച്ച് ഉറപ്പിക്കേണ്ടി വരും. ബട്ട് ആൾക്ക് രക്തോട്ടം കുറവാ. സോ രക്തോട്ടം കൂട്ടാൻ നമ്മൾ പല വേറെ ടൈപ്പ് സർജറീസ് ഒക്കെ ഉണ്ട്. സോ ഇത് യൂഷ്വലി ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. യൂഷ്വലി ഞാൻ ഉണ്ടാവും ഓർത്തോപെഡീഷ്യനായിട്ട്. ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജനും വേണ്ടി വരും, നമ്മൾ ചുറ്റുള്ള മസിൽസ് അതിൻ്റെ മുകളിൽ വെക്കാൻ. സോ ഇതാണ് റീകൺസ്ട്രക്റ്റീവ് ലിംബ് സർജറിയുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ വേറൊരു കേസിന്റെ കാര്യം ഞാൻ പറയാം. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നതാ. അതായത് വേറെ ഹോസ്പിറ്റലിൽ ഇടുപ്പിന്റെ എല്ല് ഒടിഞ്ഞിട്ട് സർജറി ചെയ്തതാ ഒരു 6 ആഴ്ച മുമ്പ്. പക്ഷെ എന്തോ കാരണം കൊണ്ട് സർജറി ഫെയിലായി. ഇടുപ്പിന്റെ എല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ജോയിന്റാണ്. സോ അവരിട്ട് സ്ക്രൂ ജോയിന്റിന് പുറത്തേക്ക് പോയി. സോ എന്താ പറ്റുന്ന വെച്ചാൽ ജോയിന്റിന്റെ അകത്ത് എല്ലില്ല. നമ്മൾ ഹിപ്പ് ജോയിന്റിനകത്ത് എല്ലില്ല. എല്ല് ദ്രവിച്ചല്ല, ആ സ്ക്രൂ കട്ടൗട്ടായ കാരണം ഒരു വലിയൊരു ഓട്ടയുണ്ട് അവിടെ. അവർ നെയിലിട്ട്. സോ ഇതിന് നമ്മളെങ്ങനെ ട്രീറ്റിംഗ് ചെയ്യാം? ഞാൻ പറഞ്ഞ പോലെ പേഷ്യന്റിനെ നടത്തിക്കണം. പേഷ്യന്റ് എൻ്റെ അടുത്ത് സിവിയർ പെയിൻ ആയിട്ടാണ് വന്നത്. പേഷ്യന്റ് നടക്കാൻ പറ്റുന്നില്ല, കാല് അനക്കാനും പറ്റുന്നില്ല. കുറച്ച് ഒരു ഒബീസ്, കുറച്ച് തടിയുള്ള ആളാണ്. സോ ഇതിലാണ് റീകൺസ്ട്രക്റ്റീവ് ലിംബ് സർജറിയുടെ ഒരു കൺസെപ്റ്റ് വരാം. എനിക്ക് ഒന്നെങ്കിൽ വീണ്ടും നെയിൽ ചെയ്യാം, എനിക്ക് വീണ്ടും പ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജോയിന്റ് മാറ്റി വെക്കാം. ഹിപ്പ് റീപ്ലേസ്മെന്റ്, അതായത് നീ റീപ്ലേസ്മെന്റ് പോലെ നമ്മൾ ഹിപ്പ് റീപ്ലേസ്മെന്റും ചെയ്യാറുണ്ട്. സോ എങ്ങനെയാ തീരുമാനം വരാം? നെയിൽ ബോണ്ട് അകത്തുള്ള സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ സ്ക്രൂ ജോയിന്റിന് പുറത്തേക്ക് പോയി. സോ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ വീണ്ടും ഒരു നെയിൽ ഇടാൻ പറ്റില്ല. കാരണം നെയിലിൻ്റെ പിടുത്തുണ്ടാവില്ല, എല്ലില്ല പിടിക്കാൻ. നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ എല്ലുണ്ടാവണം. സോ നെയിലിൻ്റെ റോൾ ഇല്ല അതിൽ. സെക്കൻഡ്, പ്ലേറ്റിന് പ്രശ്നം വെച്ചാൽ അത് ബോണിന്റെ പുറത്താ. നെയിലാണെങ്കിൽ എല്ലിന്റെ അകത്താ.
ബോണ്ട് പുറത്ത് വന്നാൽ എല്ലിൻ്റെയും ബോണിൻ്റെ ഇടയിൽ ലോഡിങ് ഭയങ്കരമായിട്ട് കൂടും. സോ അത് ചിലപ്പോൾ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. സോ ഈ ചേട്ടന് ആകെപ്പാടെ ഉണ്ടാവുന്ന ഓപ്ഷൻ നമ്മൾ ഹിപ്പ് റിപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം ഹിപ്പ് ബോണിൻ്റെ അവിടെ കറക്റ്റായിട്ട് എല്ലില്ലാത്ത കാരണം നമ്മൾ ആ ഹിപ്പിന്റെ ബോൺ മാറ്റിയിട്ട് വേറൊരു ആർട്ടിഫിഷ്യൽ ജോയിന്റ് വെക്കും. അത് ടോട്ടൽ ഹിപ്പ് റിപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. സോ റീകൺസ്ട്രക്റ്റീവ് ലിംബ് സർജറി ബേസിക്കലി നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പല ഓപ്ഷൻസ് എടുത്തിട്ട് പേഷ്യന്റിനെ ഏറ്റവും ഐഡിയൽ സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം.